നമസ്കാരം, ഞാൻ MS വിനീത്. ജന്മാഷ്ടമി ദിനത്തിൽ ചെയ്യേണ്ട പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ്? ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ജന്മാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി 2025 സെപ്റ്റംബർ 14 ഞായറാഴ്ചയാണ് ശ്രീകൃഷ്ണ ജയന്തി വരുന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്താം. പ്രധാന വഴിപാടുകളായ പാൽപായസം, അതുപോലെ തന്നെ ത്രിമധുരം, തൃക്കൈ വെണ്ണ, അതുപോലെ തുളസിമാല വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഭഗവാന് ഉടയാട സമർപ്പിക്കാം. അതുപോലെ തന്നെ സന്താന ലബ്ധിക്കായിട്ട് സന്താന ഗോപാല അർച്ചന, സന്താന ഗോപാല സൂക്താർച്ചന നടത്താവുന്നതാണ്. അതുപോലെ കദളി പഴം വഴിപാടായി സമർപ്പിക്കാം. ത്രിമധുരം വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഭഗവാന് ഉണ്ണിയപ്പം വഴിപാടായിട്ട് സമർപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ വഴിപാടായിട്ട് ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഇത്രയും കാര്യങ്ങൾ വഴിപാടായിട്ട് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ വൈഷ്ണവ ക്ഷേത്രം, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ലക്ഷ്മി നാരായണ പൂജ, പ്രത്യേകിച്ച് കുടുംബപരമായിട്ടുള്ള ഉന്നമനത്തിനും അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ടുള്ള ഭദ്രതയ്ക്കും ലക്ഷ്മി നാരായണ പൂജ വളരെ ഉത്തമമാണ്. വിഷ്ണു ക്ഷേത്രത്തിലും പാൽപായസം വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇതാണ് ജന്മാഷ്ടമി ദിനത്തില് ഇത്രയും കാര്യങ്ങളാണ് അമ്പലത്തിൽ ചെയ്യേണ്ട പ്രധാന വഴിപാടുകൾ. ഇതുമായി ബന്ധപ്പെട്ട്, ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട ഒരു മെയിൻ വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അതുകൂടി ജസ്റ്റ് ഒന്ന് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച്, ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.